സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹകരമായ 3 നോയമ്പ് കഴിഞ്ഞ് വിജയകരമായ 50 നോയമ്പിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്ന സമയം, വാങ്ങിപ്പോയ പുരോഹിതന്മാരെ ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഓർത്തു. വരാൻ പോകുന്ന ഞായറാഴ്ച വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ ഓർക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ വാങ്ങിപ്പോയ വിശ്വാസികളും അവരുടെ ശബ്ദം കേൾക്കുവാനും അവരുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും അറിയുവാനും ഞങ്ങൾ അവർക്ക് കൊടുക്കുവാനും അവരിൽ നിന്ന് ഞങ്ങൾ ഭാവിക്കുവാനും അവിടുന്ന് കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി രക്ഷാപൂർത്തിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷാപൂർത്തിക്കായി അവിടുന്ന് കരുതിയിരിക്കുന്നതെല്ലാം ഞങ്ങൾ പങ്കിടുവാനും അത് അനുഭവമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. ഈ വെള്ളിയാഴ്ച ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന എല്ലാ ഇടങ്ങളിലെ കൂട്ടായ്മകളെ ഓർക്കുന്നു. ഞങ്ങൾ ഇന്നത്തെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും സാന്നിധ്യവും ഉള്ളതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം തിരുമ്പാ വയ്ക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി അതിനെ സ്തുതിക്കുന്നു. നിങ്ങൾ വായിച്ചതായ സങ്കീർത്തനക്കാരൻ്റെ സങ്കീർത്തനങ്ങളെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ധ്യാനിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവം ഞങ്ങളുടേതാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. പതിനെട്ടാമത്തെ സങ്കീർത്തനം. പതിനെട്ടാം സങ്കീർത്തനം ദാവീദ് എപ്പോഴാണ് എഴുതിയതെന്നുള്ള കാര്യം അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം എപ്പോഴെന്തിനെഴുതി, എങ്ങനെ എഴുതി? യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങൾ യഹോവയ്ക്ക് പാടി. അപ്പം നമുക്ക് പല തരത്തിലുള്ള ശത്രുക്കളുണ്ട്. അതുകൊണ്ടാണ് സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാര്യം ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാ തലമുറയിലും എല്ലാ ഇടങ്ങളിലും ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ്. നമുക്കും ദൃശ്യവും അദൃശ്യവും പ്രത്യക്ഷവും പരോക്ഷവുമായ തരത്തിൽ നമ്മളെ എതിർക്കുന്ന ശത്രുക്കളുണ്ട്. അന്നത്തെ രാജാവായിരുന്ന മുൻഗാമിയായിരുന്ന ശൗലിൽ നിന്നും ശത്രുത ദാവീദിനുണ്ടായി. അപ്പം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ തലമുറയിൽ നിന്ന് ശത്രുക്കൾ വരാം, സമകാലീനരിൽ നിന്ന് ശത്രുക്കളുണ്ടാകാം. ആത്മീയ ശത്രുത, ഭൗമിക ശത്രുത, ഇങ്ങനെ പലതരത്തിൽ ശത്രുക്കൾ നമുക്കുണ്ടാകുമ്പോൾ ദാവീദിനെ പോലെ നമുക്ക് പാട്ട് പാടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് സങ്കീർത്തനങ്ങളാക്കി നമുക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടോ? ദാവീദ് ഇങ്ങനെ സങ്കീർത്തനം എഴുതിയതുകൊണ്ട് എല്ലാ തലമുറക്കാർക്കും എല്ലാ കാലങ്ങളിലും എല്ലാ ഇടങ്ങളിലും അനേകർക്ക് ആശ്വാസം പ്രത്യാശയും നൽകിയിട്ടുള്ളതാണ് 18ാമത്തെ സങ്കീർത്തനം. ഇന്ന് നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മുടേതായ ഹൃദയത്തിൽ നമുക്ക് പല ഭാരങ്ങളും സങ്കടങ്ങളും ഉണ്ട്. അതിൻ്റെ പുറകിൽ ഒരു ശത്രു കാണും. നമ്മുടെ ഇന്നത്തെ അനുഭവങ്ങളുടെ പുറകിൽ ദൈവത്തിൻ്റെ ശത്രു ദൈവത്തെ ആരാധിക്കുന്നവരുടെ ശത്രുവായി മാറും. ദൈവത്തിന് ശത്രു ഉണ്ടായത് എങ്ങനെയാണ്? യെഹെസ്കേൽ 28 സ്വർഗത്തിലെ പിതാവായ ദൈവതമ്പുരാന്റെ ആനുകൂല്യങ്ങളും സ്നേഹങ്ങളും സഹായങ്ങളും ഏറ്റവും അധികം നേടിയ ഒരാളാണ് ദൈവത്തിൻ്റെ ശത്രുവായി പോയത്. നമ്മുടെയും ജീവിതത്തിൽ ശത്രുക്കളായി തീരുന്നത് നമ്മൾ സഹായിച്ചവരും നമ്മുടെ സഹായം ഏറ്റുവാങ്ങിയവരും നമ്മളുടെ ആനുകൂല്യങ്ങൾ ഏറ്റുവാങ്ങിയവരും ഒക്കെ അവസാനം ശത്രുവാകുമ്പോൾ നമുക്കത് വളരെ വേദനയുണ്ടാകുന്ന കാര്യമാണ്. നമുക്ക് ദൈവതമ്പുരാന് ശത്രു ഉണ്ട്. തലയിലെ മുടിയേക്കാളധികം ശത്രുക്കളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശത്രുക്കൾ പിതാവായ ദൈവതമ്പുരാനുണ്ട്. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശുക്രിസ്തുവിനെ നന്മ മാത്രമേ ചെയ്തുള്ളൂ.
പക്ഷെ തനിക്ക് ഒത്തിരി ശത്രുക്കളുണ്ടായതായിട്ട് നമുക്കറിയാം. തൻ്റെ കയ്യിൽ കിട്ടിയതായ പണം മുഴുവൻ കൈകാര്യം ചെയ്ത യൂദോസ്കറിയാത്ത ശത്രുവായി തന്നെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശിന് വിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. വലിയ പ്രതീക്ഷയോടെ വിളിച്ച് വേർതിരിച്ച് കൂടെ കൊണ്ടു നടന്ന 12 ശിഷ്യന്മാരിൽ കർത്താവിനെ വിട്ടേച്ചു പോയവരെ നമ്മൾ കാണാൻ സാധിക്കും. 12 പേരെ തിരഞ്ഞെടുത്തെങ്കിലും കുരിശിൻ്റെ ചുവട്ടിൽ ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അകന്നുപോയി, പിന്മാറിപ്പോയി. അപ്പോൾ യേശുവിന് എന്തുമാത്രം വേദനയുണ്ടായി കാണും. പരിശുദ്ധാത്മാവിൻ്റെ പെന്തിക്കോസ്തിയുടെ അനുഭവത്തിന് ശേഷം 120 പേർ സഭയുടെ അടിസ്ഥാന കല്ലുകളായി പണിയപ്പെട്ട ശേഷം ആദിമസഭയിൽ ആയിരക്കണക്കിന് പേർ സഭയിൽ ചേർന്നെങ്കിലും അവിടെയും അനേക ശത്രുക്കളുണ്ടായി. അനേകർ ശത്രുക്കളായി മാറി. ആയിരക്കണക്കിന് പേര് സഭയിൽ ചേർന്നവരെ സഭയുടെ അടിസ്ഥാന കല്ലുകളായി പണിയപ്പെട്ടെങ്കിലും ആദിമസഭയിലെ ദൈവമക്കളോട് ശത്രുതയുള്ളവർ അന്ന് പുരോഹിതരും ഭരണാധികാരികളും ആയ അനേകർ ശത്രുക്കളായ രംഗം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്. അപ്പോൾ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിനാണ്, ആ സ്വർഗീയ കുടുംബത്തിനാണ് ഏറ്റവും അധികം ശത്രുക്കൾ ഉണ്ടായിട്ടുള്ളത്. നമ്മളും ആ ദൈവത്തിൻ്റെ കുടുംബത്തോട് ചേരുമ്പോൾ, നമ്മുടെ കുടുംബത്തിലേക്ക് ആ ദൈവം എഴുന്നള്ളി വരുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കും വന്നാലും അത് നന്മയ്ക്കാക്കി തീർക്കുമെന്നുള്ള കാര്യം ശത്രുക്കളായ പിശാചുക്കളോട് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നോക്കി ആ ദൈവത്തിൻ്റെ അതേ മനോഭാവത്തിൽ സൽഗുണപൂർണരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ശത്രുക്കളുടെ മധ്യത്തിൽ ദാവീദ് ദൈവസന്നിധിയിൽ ആത്മാവിൽ പാട്ടുപാടിയത് തനിക്ക് പ്രത്യാശ ലഭിച്ചു. ശത്രുക്കളുടെ മധ്യത്തിൽ എഴുതിയതായ പാട്ട് ദാവീദിന് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയെന്ന് 50 വാക്യങ്ങളുള്ള ഈ സംഗീതത്തെ നമ്മളെ അറിയിക്കുന്നു. 50-ാം വാക്യം: അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷിക്തൻ്റെ ദയ കാണിക്കുന്നു, ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. അപ്പം ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും ദയ കാണിക്കുന്ന, ദൈവത്തെ കാണാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ശത്രുതകൾ, എതിർപ്പുകൾ ഉതകിയെന്നാണ് ഇവിടെ പറയുന്നത്. അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു, ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. അപ്പോൾ നമ്മുടെ ശത്രുക്കളുടെ മധ്യത്തിൽ ഈ കർത്താവ് നമുക്കും ഇതേ ജയം നൽകുവാൻ, ഈ രക്ഷ നൽകുവാൻ ശക്തനാണ് എന്നുള്ള കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവിന് ശത്രുതയുണ്ടായി. പക്ഷേ ആ ശത്രുക്കളെല്ലാം താൻ ഉയർപ്പിലൂടെ തോൽപ്പിക്കുകയായിരുന്നു. നമ്മൾ വരാൻ പോകുന്ന 50 മുമ്പിലൂടെ യേശുവിനുണ്ടായ പിശാചുക്കളുടെ, സാത്താൻ്റെ പരീക്ഷയുടെ ആ ശത്രുതകളെല്ലാം ജയിക്കാൻ മരുഭൂമിയിൽ പോയി ഉഴന്നു നടന്ന കാര്യം നമ്മൾ 40 ദിവസത്തെ മരുഭൂമിയിലെ തൻ്റെ പരീക്ഷകളും ശത്രുക്കളുടെ എതിർപ്പുകളും ധ്യാനിക്കുവാൻ നമ്മൾ വലിയ നോമ്പിൻ്റെ ആദ്യത്തെ 40 ദിവസം നമ്മളതിന് പ്രയോജനപ്പെടുത്തുന്നു. അത് കഴിഞ്ഞുള്ള 10 ദിവസത്തെ നോമ്പിലൂടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേർന്ന് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ അനുഭവമാക്കുവാനായിട്ട് ആ പ്രതീക്ഷ, ആ പ്രത്യാശയിൽ നമ്മൾ ഒരുങ്ങുകയാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞു. പൗലൂസിന് ഒത്തിരി ശത്രുക്കളുണ്ടായി. പൗലൂസ് ക്രിസ്ത്യാനിയായി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയാകാത്ത യഹൂദന്മാരെല്ലാം ശത്രുക്കളായി. കള്ളക്കേസ് കൊടുത്തു പിടിപ്പിക്കുന്നു, ജയിലിൽ കിടക്കേണ്ടി വരുന്നു, അവസാനം കഴുത്തറക്കപ്പെടേണ്ടി വരുന്നു. പക്ഷെ അതിൻ്റെ മധ്യത്തിലും തനിക്കുണ്ടായതായ എല്ലാ കഷ്ടതകളും സങ്കടങ്ങളും ശത്രുതകളും സുവിശേഷത്തിന് ഉതകി എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്വർഗത്തിലെ പിതാവിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ലോകത്തിലേക്ക് അയക്കപ്പെട്ട പുത്രൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം നമുക്ക് നൽകപ്പെട്ടതായ പരിശുദ്ധാത്മാവും ഒത്തിരി ശത്രുക്കളുടെ വേദനകളും സങ്കടങ്ങളും ഏറ്റുവാങ്ങിയ അനുഭവത്തിലൂടെ കടന്നുപോയി. നമ്മളും ആ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ശത്രുതകളെ നമുക്ക്
ഉയർപ്പിൻ്റെയും ശക്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും രക്ഷയുടെയും അനുഭവമാക്കാൻ കഴിയും എന്നീ സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നു. ചിറകുടർത്തി മറിക്കുന്ന കെരൂബ് എങ്ങനെ ദൈവത്തിൻ്റെ ശത്രുവായി? ശത്രുതയിലാകുന്നതിന് മുമ്പ് അവൻ്റെ അവസ്ഥ എന്തായിരുന്നു? നമുക്ക് ശത്രുക്കളായവരെ മിത്രങ്ങളായിരുന്നൊരു കാലം, സഹായികളായിരുന്നൊരു കാലം, ഉപദ്രവികളായി മാറിയ മറ്റൊരു കാലം. ഈ അവസ്ഥ ആർക്ക് വേണേലും ഉണ്ടാകാം, എവിടെ വേണേലും ഉണ്ടാകാം. യെഹെസ്കേൽ 28:12 മുതൽ താഴോട്ട് വായിച്ചു നോക്കിയാൽ കോടിക്കണക്കിന് ശത്രുക്കളുണ്ടായ പിതാവായ ദൈവതമ്പുരാന്റെ സങ്കടം. അതേ സാഹചര്യം നമുക്കുണ്ടാകാം. യെഹെസ്കേൽ 28:12 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി പറയാം. എന്തൊക്കെ പറയുന്നു? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇപ്പം മാതൃകാ മുദ്രയായിരുന്ന ഒരാളാണ് ശത്രുവായി മാറിയത്. പിന്നെ അടുത്തത്, ജ്ഞാനസമ്പൂർണനായിരുന്നയാളെ ശത്രുവായി പോയി. പിന്നെ അപ്പോൾ ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും ജീവിക്കുന്നതിന് മുമ്പേ ചിറകുട് വരുത്തി മറിക്കുന്ന കെരൂബായിരുന്നു അവിടുത്തെ താമസം. നല്ല ഒന്നാമതരം തോട്ടം കിട്ടിയ ആളാണ് ശത്രുവായത്. പിന്നെ പീതരക്തം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം, സകല വിശിഷ്ട രത്നങ്ങളാൽ നീ അലങ്കരിക്കപ്പെട്ടിരുന്നു. അങ്ങനെ നവരത്നങ്ങളാൽ പൊതിയപ്പെട്ട ഒരാളാണ്. നവരത്നങ്ങളുടെ നേട്ടങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടിയ ആളാണ് ശത്രുവായി പോയത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പൊന്നുകൊണ്ടുള്ള ആഭരണങ്ങൾ കൂടുകൾ തനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ എന്താ അടുത്തത്? ചിറകുടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു. അപ്പം മടപ്പിൽ നിഷ്കളങ്കനായിരുന്ന ശേഷമാണ് ഒരാൾ ശത്രുവായി പോയത്. എങ്ങനെയാണ് ഈ ശത്രുതയും എതിർപ്പും വന്നത്? അതിലൂടെ നമുക്കും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ കാര്യങ്ങളിലാണ്? എത്രാം വാക്യം മുതലാണ്? 16-ാം വാക്യം മുതൽ 15-ാം വാക്യം. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ വഴികളിൽ നിഷ്കളങ്കനായിരുന്നു. നീതികേട് എങ്ങനെയാണ് ഉണ്ടായത്? 16-ാം വാക്യം. വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അപ്പം നമ്മളെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ശത്രുതയുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രംഗങ്ങളുടെ മധ്യേ നശിപ്പിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം നിഗളിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനം വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. അപ്പം മിത്രമായിരുന്ന, സഹായിയായിരുന്ന ഒരാൾ ശത്രുവായി മാറി. ഈ അനുഭവം എല്ലാ തലമുറകളിലും, എല്ലാ വീടുകളിലും, എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാകാം. ആദ്യം വളരെ അടുത്ത് ഒത്തിരി ആനുകൂല്യങ്ങൾ കൈപ്പറ്റി അങ്ങനെ ആയവരെ പിന്നെ ശത്രുവായി അകന്നു പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മധ്യത്തിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രശ്നവും കർത്താവ് കൈകാര്യം ചെയ്യുവാൻ നമ്മളെ പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ യെഹെസ്കേൽ 28-ൽ പറഞ്ഞിരിക്കുന്ന ചിറക് വിടർത്തി മറിക്കുന്ന കെരൂബ് ശത്രുവായി, അഹങ്കാരിയായി. അങ്ങനെ ആ ശത്രുവിനെ കത്തിച്ച് കളയുവാൻ ദൈവസന്നിധിയിൽ നാട്ടിക്കളഞ്ഞെങ്കിലും ഇപ്പോഴും ആ ശത്രു കത്തിയിട്ടില്ല, നശിച്ചിട്ടില്ല. സർവ്വലോകവും ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ അതിനെ പ്രകാരം
ഈ ചെറുകിടത്ത് മറിക്കുന്ന കരൂപ് വേറെ പലരെ കൂടെ ദുഷ്ടന്മാരാക്കുവാൻ, ശത്രുക്കളാക്കുവാൻ ദൈവം അനുവദിച്ചു. അല്ലെങ്കിൽ അങ്ങനെ ഈ ചെറുകിടത്ത് മറിക്കുന്ന കരൂപ് അനേകം മാലാഖമാരെ പഴപ്പിച്ച് അവരും ശത്രുക്കളായി. അങ്ങനെ ആ പിശാചാണ് ഏദൻ തോട്ടത്തിൽ കയറി ആദാമിനെ പോയി ശത്രുക്കളാക്കി. അവർ പാതാളം വരെ അങ്ങ് പോയി. ഇങ്ങനെ ശത്രുക്കളായി തീർന്ന മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പിതാവായ ദൈവം വരാൻ തൻ്റെ പുത്രനെ മനുഷ്യനായി ഭൂമിയിലേക്ക് വരാൻ വിട്ടത്. അപ്പം ശത്രുക്കളെ സ്നേഹിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇവരെ കത്തിക്കാതെ ഇട്ടിരിക്കുന്നത്. ശത്രുവായി പോയാലും ദൈവത്തിൻ്റെ സ്നേഹം അവരെ പ്രയോജനപ്പെടുത്തുക, അവർ നശിക്കുന്നിടം വരെ അവരെ ഏതെങ്കിലും കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുക. ദൈവത്തിൻ്റെ കടന്ന ദീർഘക്ഷമയും സൽഗുണപൂർണ്ണതയാണ് ഇവിടെ കാണുന്നത്. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ദൈവം തൻ്റെ ശത്രുക്കളെയും പ്രയോജനപ്പെടുത്തി നശിക്കുന്നിടം വരെ അവരെ പ്രയോജനപ്പെടുത്തിയിട്ടേ നശിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം സദൃശവാക്യം 16-4 കാണും. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഇപ്പോൾ ദുഷ്ടനായി ശത്രുവായി മാറുന്നവരെ അവർക്കൊരു അനർത്ഥ ദിവസമുണ്ട്. പക്ഷേ ദുഷ്ടനായ ഉടനെ തന്നെ അവരെ നശിപ്പിക്കുന്നില്ല, അവരെ പ്രയോജനപ്പെടുത്തിയിട്ടേ നശിപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ആ ദൈവത്തിൻ്റെ സൽഗുണപൂർണ്ണതയെ കാണിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന് ശത്രുവായി പോയ പിശാചിനെ ഇതുവരെ നശിപ്പിച്ചിട്ടില്ല. ആ പിശാച് വേറെ അനേകം മാലാഖമാരെ പിശാചുക്കളാക്കി അവരെല്ലാവരും കൂടെ ദൈവത്തിന് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിനെല്ലാം കർത്താവ് ഒരിക്കൽ കൈകാര്യം ചെയ്ത് അതിനെ തോൽപ്പിക്കുക, നമുക്ക് രക്ഷ കൈവരുത്തുമെന്നുള്ള കാര്യവും കർത്താവ് പറഞ്ഞിരിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ളതായ ഭാഗത്ത് ഈ ദൈവത്തിൻ്റെ ശത്രുക്കളായി തീർന്ന പിശാചുക്കൾ 4 ഇനമായിട്ടങ്ങ് മാറി, 4 തരക്കാരായിട്ട് മാറി. അവർ 4 വിധത്തിൽ ദൈവത്തിന് മനുഷ്യർക്കെതിരായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എഫേസ്യർ 6-ാം അധ്യായത്തിൻ്റെ അപ്പോൾ കർത്താവിലും അവൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടാൻ വേണ്ടി ഈ പിശാചുക്കളായ അവരുടെ ശത്രുതയെ ദൈവം പ്രയോജനപ്പെടുത്തുകയാണ്. എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർക്കും. അപ്പം ദൈവത്തിൻ്റെ ശത്രുക്കളായി തീർന്ന പിശാചുക്കളെ കൊല്ലാതെ കത്തിക്കാതെ ഈ ഭൂമിയിൽ ഇട്ടിട്ട് നമ്മളെ യുദ്ധം പഠിപ്പിക്കുക. നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി, യുദ്ധം പരിശീലിപ്പിച്ച് ജയിപ്പിക്കാൻ വേണ്ടി ഈ ശത്രുക്കളെ ഇട്ടിരിക്കുക. എങ്ങനെയാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ ശത്രുക്കളെ ജയിക്കുന്നത്? നമ്മുടെ ശത്രുക്കളായി എങ്ങനെയൊക്കെയാണ് ജയിക്കുന്നതെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. എങ്ങനെയാണ്? പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും ആകുന്നു. അപ്പം ഈ ഇങ്ങനെ ദുഷ്ടാത്മസേനയായിട്ടും അന്ധകാരത്തിന് ലോകാധിപതികളായിട്ടൊക്കെ ഇങ്ങനെ സ്വർഗത്തിൽ വരെ കയറി ചെല്ലാനുള്ള അധികാരം കൊടുത്തിരിക്കുക. എല്ലാവരും കാണിക്കുന്ന കാര്യമാണ്. ശത്രുക്കൾ വീട്ടിൽ വന്ന് കയറാനും നേരിട്ട് നമ്മളോട് വർത്താനം പറയാനൊക്കെ ദൈവം അനുവദിച്ചിരിക്കുക. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നോക്കിയാൽ ഇങ്ങനെ ശത്രുവായി തീർന്ന പിശാച് പിതാവിൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ പിതാവ് എങ്ങനെയാണ് അവനോട് ഇടപെട്ടെന്ന് നോക്കി. നമ്മുടെ ശത്രു നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? ഇങ്ങോട്ട് കയറ്റുമോ? മിണ്ടുവോ? കഥ അടച്ചേച്ച് മാറിപ്പോവില്ലേ? അപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചന് തന്നെ ശത്രുവായി തീർന്ന പിശാചിനെ കത്തിച്ച് കളയുമെന്ന് വിധി കൽപ്പിച്ചു. പക്ഷെ അവൻ കത്തിയിട്ടില്ല. അപ്പം പിന്നെ കയറി ചെല്ലുക. കർത്താവ് എത്ര മാന്യമായിട്ട് ആ ശത്രുവിൻ്റെ ഇടപെട്ട് നോക്കി. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ശത്രുവായി തീർന്ന പിശാചിനെ കത്തിക്കുന്നതിന് മുമ്പ് അവൻ ഇഷ്ടം പോലെ ഊടാടി നടക്കാനും എവിടെ വേണേലും പോകാനും പക്കത്തിൽ കയറി ചെല്ലാനും കർത്താവിനോട് വർത്താനം പറയാനും ഒക്കെ അവൻ അവസരം നൽകിയിരിക്കുക. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എത്രാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്? കണ്ടോ? ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ പിശാച് ദൈവത്തെ എത്രയാ? 8-ാം വാക്യം വായിച്ചാട്ടെ. 7-ാം വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടോ. 6-ാം വാക്യം കൂടെ.
ഒരു ദിവസം ദൈവപുത്രന്മാർ സാത്താനും ചെന്നു. അത് കേട്ടോ, എത്രാം വാക്യം അത്? അപ്പോൾ ശത്രുവായ പിശാച് സ്വർഗത്തിലെ ദൈവപുത്രന്മാര് കയറി ചെല്ലുന്നതോടെ കയറി വന്നിരിക്കുക. അങ്ങനെ നമ്മുടെ ശത്രു നമ്മുടെ പിള്ളേരുടെ അടുത്ത് കയറി വന്ന് നിന്നാൽ നമ്മൾ മിണ്ടുവോ? നോക്കുവോ? കർത്താവിൻ്റെ ആ സ്വഭാവം നോക്കിയേ. അപ്പോൾ ദൈവപുത്രന്മാരുടെ കൂടെ ഇയാളും വന്ന് നിൽക്കുക. ഇയാളോട് മിണ്ടിയോ? എന്താ മിണ്ടിയത്? നീ എവിടെ നിന്ന് വരിക? പിന്നെ എന്നാ ചോദിക്കുന്നത്? അപ്പോൾ ഊടാട് സഞ്ചരിക്കാൻ അനുവദിച്ചിരിക്കുക. ഇവർ എവിടെ വേണേലും പോകും. ആ വിവരം പറഞ്ഞു ഊടാടി വെച്ച് വരികയാണ്. അന്നേരം കർത്താവിനാ ചോദിച്ചത്, അപ്പൊ എൻ്റെ ദാസനാ ഇയ്യോബിനെ നീ കണ്ടോ, നോക്കിയോ? അന്നേരം എന്നാ പറഞ്ഞു? അതെ, അന്നേരം എന്നാ പറഞ്ഞു? അപ്പൊ ദൈവഭക്തനായിരിക്കുന്ന ഇയ്യോബിനെ കുറിച്ച് പിശാചിന്റെ അഭിപ്രായം കേട്ടോ. എന്താ പറഞ്ഞത്? വേലി കെട്ടിയതുകൊണ്ട് അവൻ പരിശുദ്ധ വേലി ഒന്ന് ഒളിച്ചു കാണിക്കുന്ന പറയുന്നു. അന്നേരം എന്നാ പറഞ്ഞു? അനുഗ്രഹിച്ചിരിക്കുന്നു, പെരുകിയിരിക്കുന്നു. അപ്പൊ പിശാച് എന്ന് കർത്താവിനോട് പറയാ, ഇങ്ങനെ വാദപ്രതിവാദം നടത്തുക. നീ അവനെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് അവൻ ഭക്തനായിട്ടൊക്കെ ഇരിക്കുന്നു. കൈയൊന്ന് മാറ്റ്, വേലിയൊന്ന് പൊളിക്കുക, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ വരുന്നു കർത്താവ്? അപ്പൊ എന്തൊരു ഭയങ്കര സ്നേഹമാണെന്ന് നോക്കി. ഈ ശത്രുവിൻ്റെ കയ്യിലൂടെ എല്ലാം വെച്ചു കൊടുത്തു. ഏതാ? ഈ പ്രിയപ്പെട്ട ഇയ്യോബിനെയും അവനുള്ളതിനെയും എല്ലാം നീ ഒന്ന് നോക്ക്, വേലി പൊളിച്ചിരിക്കുന്നു. അവന് ഇനിയും ഭക്തി ഉണ്ടോ ഇല്ല ഉണ്ടോ എന്നൊന്നും അറിയാമെന്ന് പറഞ്ഞു. എന്താ എന്നാ പറഞ്ഞു? ഇനി ബാക്കി ഇവൻ്റെ എല്ലാം കളയുക, വേലി പൊളിച്ചിട്ട് എല്ലാം തകർക്കുക. പക്ഷെ ഇയ്യോബ് എല്ലാം തകർന്നാലും എല്ലാം പോയാലും കർത്താവിനെ കളഞ്ഞോ? ഇല്ല. അത് തെളിയിക്കാൻ വേണ്ടിയാ. അപ്പൊ അവന്റെ ആ ആരോപണം തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അവന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായി ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, മക്കൾ ദുസ്വഭാവികളായെങ്കിൽ, രോഗികളായെങ്കിൽ, ശത്രുക്കളായെങ്കിൽ, അനുസരണം കെട്ടവരായെങ്കിൽ, പിശാച് സ്വർഗത്തിൽ ചെന്ന് വേലി പൊളിപ്പിച്ചതായിരിക്കും. പിശാച് സ്വർഗത്തിൽ ചെന്നിൻ്റെ നീ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയല്ലായിരുന്നോ? വേലി ഒന്ന് പൊളിക്കാൻ, ജോലി അങ്ങോട്ട് പോട്ടെ, ആരോഗ്യം പോട്ടെ, സമാധാനം പോട്ടെ, അവരൊറ്റയ്ക്കാകട്ടെ, അവർ കർത്താവിനെ ആരാധിക്കുകയില്ല എന്നൊന്നും അറിയട്ടെ, എന്നാ നീ നോക്കെന്ന് പറഞ്ഞ് കർത്താവും കൂടെ അനുവദിച്ചിട്ടാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നിരാശപ്പെടണോ? വേണ്ട. എന്ത് സംഭവിച്ചാലും എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പിശാച് നമുക്കെതിരായിട്ട് അപവാദം പറഞ്ഞ് പരിഹസിച്ച് വേലി പൊളിച്ചിരിക്കുകയായിരിക്കും. വേലി പൊളിച്ചാൽ പേടിക്കണോ? വേണ്ട. വേലി പൊളിച്ച് എന്നാക്കെ ചെയ്താലും ജീവനെ തൊട്ടേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ കളഞ്ഞാലും ജീവനെ തൊട്ടേക്കരുത്. അങ്ങനെ ജീവനുള്ളതെല്ലാം പോയെങ്കിലും ജീവവ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, പോട്ടെ, ദൈവം ധർമ്മം മതി. അങ്ങനെ ആ ഇയ്യോബ് പരീക്ഷ ജയിച്ചു കഴിഞ്ഞപ്പോൾ താൻ കൊള്ളാവുന്നവനായി തീർന്നു. പിന്നെ പിശാചിനെങ്കിലും പറയാനുണ്ടോ? 42 അധ്യായം നോക്കി. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും പോയെങ്കിലും, ഭാര്യ പോലും എതിർത്ത് പറഞ്ഞെങ്കിലും അവിടെയൊക്കെ പിടിച്ചു നിന്ന് എനിക്ക് എൻ്റെ കർത്താവ് മാത്രം മതി, കർത്താവ് എന്നാ തന്നാലും എനിക്കൊരു പരിഭവമില്ല, ദൈവം തന്നതിനെല്ലാം നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയ്യോബിന് എന്തെല്ലാം കിട്ടിയെന്നാണ് പറഞ്ഞത്. ഇയ്യോബിന് പരീക്ഷ കഴിഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം ഇരട്ടി കിട്ടിയെന്നാണ് പറയുന്നത്. എത്ര വയസ്സ് വരെ പിന്നെ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്? 42. ഇയ്യോബിൻ്റെ 42 എത്രാമത്തെയാ? 16 വാക്യം. 140 ദിവസം കൂടെ ജീവിച്ചിരുന്നിട്ട് എന്തൊക്കെ കിട്ടി? മക്കളെയും കണ്ടു. പിന്നെ ധരിച്ചു. അപ്പോൾ പേടിക്കണോ? വേലി ഒന്ന് പൊളിക്കുന്നതല്ല വല്ലപ്പോഴൊക്കെ. വേലി പൊളിഞ്ഞാലും വേലി ഇല്ലെങ്കിലും എത്ര തുറന്നിട്ടാലും കർത്താവ് അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കുകയില്ല.
അപ്പോൾ കർത്താവിനുള്ള സ്നേഹം മൂപ്പിക്കാനാണ് ഈ പരീക്ഷകളെല്ലാം. അപ്പോൾ ആ ശത്രുക്കളുടെ മധ്യത്തിൽ അവൻ വിരുന്നൊരുക്കുന്നവനാണ്. അതോടെ എഴുതിയിരിക്കുന്നത് 23-ാം സങ്കീർത്തനത്തിൽ എത്രാമത്തെ വാക്യത്തിൽ, യഹോവ എൻ്റെ ഇടയനായാൽ ശത്രുക്കളുടെ മധ്യത്തിൽ അവൻ എനിക്ക് വിരുന്നൊരുക്കും, അവനെ കൂരിൽ താഴേക്കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും നയപ്പെടുകയില്ല എന്ന് പറഞ്ഞ അനുഭവം കൊണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. 23-ാം സങ്കീർത്തനത്തിൽ എത്രാം വാക്യത്തിലാ? ശത്രുക്കളുടെ മധ്യത്തിൽ വിരുന്നൊരുക്കും. അപ്പോൾ ശത്രു ഉണ്ടായാലും ശത്രുക്കളുടെ മധ്യത്തിൽ നമുക്ക് വിരുന്നൊരുക്കുന്ന ദൈവം ജീവിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങൾക്കും സങ്കടങ്ങൾക്കും ശോധനകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ്, എൻ്റെ ദൈവം അനുവദിച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, യഹോവ തന്നു യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെട്ടത് എന്ന് പറഞ്ഞ് തന്നതിനേക്കാൾ തന്നവനെ സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ആര് ശത്രുവായാലും ആ ശത്രുക്കളുടെ മധ്യത്തിൽ ദൈവസ്നേഹം കാണിച്ച് നമുക്ക് മാൻപയുടെ കാൽ വളർത്തിയെടുത്തിട്ട് സഹായം ലഭിക്കുന്ന പർവ്വതത്തിലെത്താൻ കഴിയുമെന്നാണ് 18-ാം സങ്കീർത്തനത്തിലെ 30 മുതൽ 30 താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മളിന്ന് ആദ്യം വായിച്ച സങ്കീർത്തനത്തിലെ യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ, നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്നെ വഴി കുറവ് തുറക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവനെൻ്റെ കാലുകളെ മാൻപയുടെ കാലുകൾക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എൻ്റെ ഭുജങ്ങളിൽ താമ്രജാപം കുലയ്ക്കുന്നു. നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങിയിരിക്കുന്നു, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി, എൻ്റെ നരിയാണികളിൽ വഴുതി പോയതുമില്ല. ഞാൻ എൻ്റെ ശത്രുക്കളെ പിന്തുടർന്ന് പിടിച്ചു, അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എഴുന്നേറ്റ് കൂടാതെ വണ്ണം ഞാൻ അവരെ തകർത്തു, അവരെൻ്റെ കാൽ കീഴിൽ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, എനിക്കെതിരെ എഴുന്നേറ്റവരെ നീ എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്നെ വെറുക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എൻ്റെ ശത്രുക്കളെ എന്നെ പിന്തിരിപ്പിച്ചു. അവർ നിലവിളിച്ചു, രക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരമരുളിയതുമില്ല. ഞാനവരെ കാറ്റത്തെ പൊടി പോലെ പൊടിച്ചു, വീതിയിലെ ചെളി പോലെ ഞാൻ അവരെ കോരിക്കളഞ്ഞു. അപ്പം ഇങ്ങനെ ഈ ശത്രുക്കളെ നമ്മുടെ അടുത്ത് വരുത്തിയിരിക്കുന്നത് ദൈവം നല്ലവനാണ്, വലിയവനാണ്. നമ്മുടെ ദൈവസ്നേഹം ജ്വലിപ്പിച്ചതിന് ശേഷമേ ദൈവം അവരെ നശിപ്പിക്കുകയുള്ളൂ. ആര് ശത്രുവായാലും ദൈവസ്നേഹത്തിൽ ഇടപെട്ടാൽ മതി, ശത്രുക്കളെ അവസാനം ദൈവം കത്തിച്ചു കളയും, നശിപ്പിച്ച് കളയും. പക്ഷെ അതിനു മുമ്പേ നമുക്ക് ദൈവസ്നേഹം ഉണ്ടെന്ന് തെളിയിച്ചോണം. നമ്മൾ ശത്രുവാകാൻ പാടില്ല. ശത്രുക്കൾ നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ പിറുപിറുത്ത് ശത്രുക്കളായാൽ, ഇസ്രായേൽക്കാർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും ചെങ്കടൽ കടന്നെങ്കിലും മരുഭൂമിയിൽ വെച്ചത് അവർ ശത്രുക്കളായിപ്പോയി. പിറുപിറുത്ത് ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ അവർ ശത്രുക്കളായ മരുഭൂമിയിൽ പട്ടുപോയി. യോശുവയും കാലേബും മാത്രം പറ്റി നിന്ന് പിടിച്ചു നിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ വിഷമം വന്നാലും ദൈവം നല്ലവനാ എന്ന് പറഞ്ഞ് അവർ യോർദാനും കടന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തിച്ചേർന്നു. ഈ പാഠം പഠിപ്പിക്കാനാണ് ഈ അനുഭവങ്ങളെല്ലാം വരുന്നത്. വരാൻ പോകുന്ന 50 നോയമ്പ് നമ്മൾ തോറ്റ വിഷയത്തിലൊക്കെ ജയിച്ച് നമ്മളൊക്കെ കർത്താവ് വേലി കെട്ടി വീണ്ടും നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം ഇരട്ടി കിട്ടി മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് ആനന്ദിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വരാൻ പോകുന്ന 50 നോയമ്പിൽ നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ ജയം പ്രാപിപ്പാൻ സർവായുധോർക്കം ധരിച്ച് ഞങ്ങൾ തോറ്റ വിഷയത്തിലൊക്കെ ജയിക്കുവാൻ, അങ്ങനെ ദാവീദിനുണ്ടായതായ ശത്രുക്കളുടെ അനുഭവത്തെ ജയിച്ച് രക്ഷയുടെ അനുഭവം കൈവരിച്ചതുപോലെ ഞങ്ങളെ ആര് ശത്രുക്കളായാലും എങ്ങനെ എന്തെല്ലാം ശത്രുത പ്രവർത്തിച്ചാലും അതിൻ്റെ എല്ലാം മധ്യത്തിൽ സൽഗുണപൂർണനായ കർത്താവിൻ്റെ സൽഗുണപൂർണത ഞങ്ങൾ വളർത്തിയെടുക്കുവാൻ, കർത്താവ് കുരിശേ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തൻ്റെ കുരിശിനെ ഉയർപ്പിൻ്റെ അനുഭവമാക്കിയതുപോലെ ഞങ്ങൾക്കും ആ അനുഭവം ഉണ്ടായി ജയാളികളായി ജന്മസാഫല്യം അടയുവാൻ, പരാജയപ്പെട്ട കാര്യങ്ങളൊക്കെ വിജയം ലഭിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സങ്കടപ്പെടുത്തുകയും ദുഃഖപ്പെടുത്തുകയും ഞങ്ങളെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന ശോധനകളുടെ അനുഭവത്തിൽ ഞങ്ങൾ നിരാശപ്പെട്ടു പോകാതെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്,
പരീക്ഷ സഹിക്കുന്നവരൊക്കെ ഭാഗ്യമുള്ളവരായി കൊള്ളാവുന്നവരായി ജീവകിരീടം പ്രാപിക്കുമെന്ന് പറഞ്ഞ വചനം ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായ പോലെ ഞങ്ങൾക്കും ഉണ്ടാകുവാൻ, ഞങ്ങൾ നിരാശപ്പെട്ടു പോകാതെ പ്രത്യാശയോടെ വരാൻ പോകുന്ന 50 നോയമ്പ് ഞങ്ങൾക്ക് വിജയകരമായി തീർക്കാൻ നിങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.